ദുഃഖമീയൂഴി ഏറെ സഹിച്ചയൻ ദിവ്യനാഥ, ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൻ ദുഃഖമീയൂഴിയിൽ ഏറെ സഹിച്ചയൻ ദിവ്യനാഥ. ചങ്കുപകുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ചങ്കുപകുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ഏകനായി തീർന്നതിൻ ദുഃഖമീയൂഴി ഏറെ സഹിച്ചയൻ ദിവ്യനാഥ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായൻ ജന്മം മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. ആർക്കായൻ ജന്മം മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. പറമ്പിൽ കുടുംബാംഗങ്ങളെ, നീണ്ടുകിടയപ്പെട്ട കിഴക്കേ മാവളത്തുണ്ടത്തിൽ കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, അമ്മച്ചിയുടെ പ്രിയ ഭർത്താവ്, മക്കള്, കൊച്ചുമക്കള്, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ ഭവനത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം ഒരു കരുണയുമില്ലാതെ നനച്ചിരിക്കാത്ത നേരത്ത് ജീവിതത്തിൽ ഓരോന്ന് സംഭവിപ്പിക്കുന്നു. തരിച്ചു നിന്ന് പോകുന്ന സമയങ്ങളുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നാം തന്നെ അന്തം വിട്ടു പോകുക, അല്ലെങ്കിൽ തരിച്ചു നിൽക്കുന്ന സംഭവങ്ങളുണ്ട്. ഓടിച്ചാടി തുള്ളിക്കളിച്ച് കൊച്ചുമക്കളുമായിട്ട് രാപകലും മല്ലടിച്ച് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മച്ചി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും സ്തബ്ധരായിപ്പോയി, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു, എന്ത് സംഭവിച്ചു. ഇവിടുത്തെ കുടുംബനാഥൻ പറഞ്ഞതുപോലെ മരണം കള്ളനെ പോലെ കടന്നു വരും. ഇങ്ങനെയും ഒരു കള്ളനുണ്ടോ, ഇങ്ങനെയും ഒരു മരണമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. തീർച്ചയായിട്ടും അലച്ചിലില്ലാത്ത ഒരു സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് കടന്നു പോകുന്ന ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ നമുക്ക് യാത്ര അയക്കാം. മനോഹരമായി കാഴ്ചവെച്ചതിന് സൗഭാഗ്യമായിട്ട് ദൈവം സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുവാനായിട്ട് അല്പം നേരത്തെ നനച്ചിരിക്കാത്ത നേരത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന്
ഒരു അസ്വസ്ഥതയുമില്ല, ഒരു തലവേദനയുമില്ലാതെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഓടിച്ചാടി നടക്കുകയും അവനവൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ഏതാനും 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷനിൽ ഒരു പരിപാടി ഞങ്ങൾ എയർപോർട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ വർത്തമാനം പറഞ്ഞതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് തന്നെ എനിക്കെൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ കൊച്ചു പിള്ളേരുടെ ഉണ്ട്, കന്നുകാലിയുണ്ട്, ഇപ്പോൾ തന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയ സംഭവം ഞാൻ ഈ തരത്തിൽ അനുസ്മരിക്കുകയാണ്. കാരണം ഒരുപടി കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപടി കാര്യങ്ങൾ അവശേഷിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ദൈവത്തിന് മനസ്സിലായി ഇത്രയും മതി. നമ്മൾ അമ്മച്ചീനെയും അപ്പച്ചനെയും ഒക്കെ ഓർത്തുകൊണ്ട് ഒരുപടി കാര്യങ്ങൾ മെനഞ്ഞു കൂട്ടുമ്പോൾ ഓർക്കുക, നമുക്ക് മുമ്പേ ഓർത്തി വച്ചിരിക്കുന്ന ഒരുവനുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ, നമ്മെ കരുതലോടുകൂടി കാണുന്ന ഒരുവൻ, സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നീ ആയിരിക്കുക മതി എന്ന് പറയുന്ന ഒരുവൻ നമുക്ക് മുകളിലുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അമ്മച്ചിയുടെ ഈ മരണം ആഘാതമായി പലർക്കും തോന്നുമെങ്കിലും നികത്താനാവാത്ത വിടവാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും താനെ വിടവുകളല്ല നികത്തണം. നികത്തുന്നവൻ ഒരുത്തൻ മുകളിലുണ്ട് എന്നും നമ്മെ കൈപിടിച്ച് നടത്തുന്നവനുണ്ട് എന്നുള്ള ചിന്തയോടും പ്രത്യാശയോടും നമുക്ക് ആയിരിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കണക്കുകൾക്ക് അല്പം മാറ്റങ്ങൾ വരുത്തി ഇനി ഈ കുടുംബത്തിൽ ആയിരിക്കുന്നവർ പ്രവർത്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്ന് നമ്മെ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടവകമധ്യസ്ഥനായ തോമാസിനോട് ചേർന്നതുകൊണ്ട് നമുക്ക് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ സ്വർഗത്തിലേക്ക് യാത്രയക്കാം. ഇക്കാലം അത്രയും കൊച്ചു പിള്ളേരുടെ കൂടെ ഇവിടെ ആയിരുന്നു, കുടുംബാംഗങ്ങളുടെ ആയിരുന്നു. ഇനിയും സ്വർഗത്തിൽ അവിടെയും ഉണ്ണിമിശിയോട് ചേർന്ന് ഈശോയോട് ചേർന്ന് ഉത്തിതനായ യേശുവിനോട് ചേർന്ന് ആർത്ത് ഉല്ലസിച്ച് ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നീക്കി വച്ചിരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല ഇവിടെ ആയിരങ്ങൾ ലക്ഷങ്ങൾ ജപമാലയുടെ തന്നെ യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ജപമാലയുടെ ഇടയിൽ അമ്മ സ്വർഗത്തിലേക്ക് ജപമാലയേന്തി കടന്നു പോകുന്നു. സ്വർഗത്തിൽ അമ്മ കരുതി വച്ചിരിക്കുന്ന ഈ ജപമാല പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സ്വർഗത്തിൽ കൊണ്ട് കൊടുക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിത്യം
നിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും നീ ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി
അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളെൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. മരണം വരെ തൻ്റെ ശുശ്രൂഷ ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ച് തൻ്റെ ശുശ്രൂഷയിൽ തന്നെ ലോകത്തോട് യാത്ര പറയുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാനും അന്ത്യയാത്രയ്ക്ക് മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുവാനുമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭൗതിക ശരീരത്തിന് ചുറ്റും നിൽക്കുക. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷ മരണത്തോടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് തിരുവചനങ്ങളും വിശുദ്ധാത്മാക്കളും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ മാതൃകയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അബ്രാഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അബ്രാഹാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ച് ആയിരിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ചേർക്കപ്പെടുന്ന ലാസറിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ പരാമർശം നമ്മൾ കാണുകയാണ്. വിശ്വാസത്തിൻ്റെ മാതൃകയും പിതാവുമായിരിക്കുന്ന അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് ലാസർ കടന്നു ചെല്ലുകയും ആ മടിയിൽ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു പിതാവിൻ്റെ ഈ ഭൂമിയിലുണ്ടായിരുന്ന ഉത്തരവാദിത്വം സ്വർഗത്തിലും തുടരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അത് നമുക്ക് നൽകുക. സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം, സഭാ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധാത്മാക്കളുടെ ജീവിതം, ഇവയൊക്കെ ഈ ലോകത്തിലെ തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്ന ശുശ്രൂഷ തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുക.
പരിശുദ്ധ അമ്മ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കും തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും സഹായിയായിരുന്നതുപോലെ ഇപ്പോഴും പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കുന്നവർക്ക്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്നവർക്ക് പരിശുദ്ധ അമ്മ ഇപ്പോഴും തൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ അവർ എങ്ങനെയൊക്കെ തങ്ങളുടെ കൂടെയുണ്ടായിരുന്നവർക്ക്, തങ്ങളോട് കൂടെ ആയിരുന്നവർക്ക്, വസിച്ചവർക്ക് നന്മകൾ ചെയ്തുവോ അപ്രകാരം തന്നെ അതിന് തുടർച്ചയായി ഇപ്പോഴും സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനോട് ചേർന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പുത്രൻ്റെ പിതാവിൻ്റെ സന്നിധിയിലുള്ള മാധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ഏത് ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരുന്നുവോ ആ ശുശ്രൂഷയുടെ തുടർച്ച സ്വർഗത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുക. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ തങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ വിശ്രമത്തിലേക്കും വിരാമത്തിലേക്കുമൊക്കെ ചിലരൊക്കെ കടക്കുമ്പോഴും വീണ്ടും അവർ പലവിധത്തിലും സമൂഹത്തിൽ സജീവ സാന്നിധ്യമായി മാറുന്നുണ്ട്. ഒരു അധ്യാപകനാണെങ്കിൽ തൻ്റെ മുന്നിൽ വരുന്നവർക്ക് നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ ശിഷ്ടകാലം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഒരു ഡോക്ടറാണെങ്കിലും ഒരു നേഴ്സാണെങ്കിലും മറ്റ് ഏത് ശുശ്രൂഷ രംഗത്തുള്ളവരാണെങ്കിലും തങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ആ ശുശ്രൂഷ തുടരുന്നതായി നമ്മൾ കാണുന്നു. ഒരു വൈദികനാണെങ്കിൽ തൻ്റെ വിശ്രമ ജീവിതത്തിൽ താൻ ശുശ്രൂഷ ചെയ്ത സമൂഹത്തിന് വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബലി അർപ്പിച്ച് ജനത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മരിച്ചതിന് ശേഷവും ദൈവസന്നിധിയിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സമർപ്പിത ജീവിതത്തിലാണെങ്കിലും ഏത് ജീവിതത്തിലാണെങ്കിലും ഈ ലോകത്തിൽ എന്ത് ശുശ്രൂഷ നിർവഹിച്ചിരുന്നുവോ ആ ശുശ്രൂഷയെല്ലാം തുടരുകയാണ് ചെയ്യുന്നത്. ഈ പ്രിയപ്പെട്ട അമ്മ തൻ്റെ 4 മക്കളെയും ഭംഗിയായിട്ട് വളർത്തി ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലെത്തിച്ചു. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും അവരുടെ ജീവന് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നതിലുമൊക്കെ അമ്മ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം അവരുടെ കൊച്ചുമക്കളെയും ഭംഗിയായിട്ട് തന്നെ ശുശ്രൂഷിച്ച വരവെയാണ് തമ്പുരാൻ്റെ സന്നിധിയിലേക്കുള്ള വിളി ഈ പ്രിയപ്പെട്ട സഹോദരി ശ്രവിക്കേണ്ടി വരിക. ഒരുപക്ഷെ ഇത്രയും കാലം ചെയ്ത ശുശ്രൂഷയുടെ നന്മയും അതനുഭവിച്ച നമ്മൾ ഓരോരുത്തരും ഈ ഒരു ശുശ്രൂഷ തങ്ങൾക്ക് ലഭിച്ചതുപോലെ ഇനിയും ലഭിക്കുന്നില്ല എന്നുള്ള വേദനയും ദുഃഖവും മനസ്സിൽ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ അതിനപ്പുറത്ത് തൻ്റെ ശുശ്രൂഷ ഈ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഈ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടിയിട്ട് തുടരുവാനായിട്ട് പോവുകയാണ്. അതൊരു വലിയ ആശ്വാസവും അതൊരു വലിയ ബലവുമാണ്. ഈ പ്രിയപ്പെട്ട അമ്മയുടെ സ്വർഗയാത്രയ്ക്കായിട്ട്
നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ ഭൗതികമായിരിക്കുന്ന വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കൾക്കും തൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാടിൽ ദുഃഖിതനായിരിക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പിയേട്ടനും മറ്റെല്ലാവർക്കും ഇടവക സമൂഹത്തിൻ്റെ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന അനുശോചനം അറിയിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏകമനസ്സോടെ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകൾ ചൊല്ലി ഈ സഹോദരിയെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സന്തോഷത്തോടെ ആനയിക്കാം. അനുഭവിക്കുന്ന ഭാവികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനനീരിനെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പാപങ്ങളിലേക്ക് രക്ഷിക്കണമേ. അതുകൊണ്ടാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതത്തിൽ കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസം എത്ര പരിഫലങ്ങളാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എൻ്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എൻ്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ പരിപാലനാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ അങ്ങനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ
വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസ്യുവനമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും വിശ്വത്തിൻ്റെ വിധാതാവേ. നൽകണമേ പുനരുദ്ധാനം, പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എൻ്റെ സഹോദരത്തെ മനുഷ്യരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ വന്ന ശേഷം ഇവർക്ക് എഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർത്തും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലവര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഈശോയിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേറ്റിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവിടുത്തെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു.
വിട്ടുകരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലതെന്ന് യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. സന്തോഷിച്ചു അണയുന്നീശോ മൃതരാമഹിമർക്കും ജീവനം അതുപോൽ ശരണവും അരുളീട. അവന് ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദാതനമേവം സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ
ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിച്ച് ഉയർപ്പിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ സഹോദരനെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടായി കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സോപ്പ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്ത്യ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. ും
ഉന്നതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർദ്ദ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാവനിക്ക് മാപ്പ് കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിലങ്ങേ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ ഭർത്തിയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും അങ്ങേ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ അങ്ങ് കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെയും ദൈവം നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും മഹനീയമായ ജീവന് നൽകുകയും സ്വർഗരാജ്യമാവുന്ന വർഷത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ, എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ, എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി, ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.